മനസ്സിലായി. വൈദ്യർ എന്ന് പറഞ്ഞ ബോർഡും വെച്ചോണ്ട് ഇവിടെ സിനിമാറ്റിക് കളിക്കാനല്ലേ? സിനിമാറ്റിക് ഡാൻസ് കളിച്ചല്ല, ഞാൻ മ്യൂസിക് തെറാപ്പി ചെയ്തതാണ്. എനിക്ക് മനസ്സിനൊരു ആനന്ദം കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു ട്രീറ്റ്മെന്റ്, അത്രേ ഉള്ളൂ. വൈദ്യര് യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആട്ടാ. എടോ, ഞാൻ ചുമ്മാ ഫേമസ് അല്ല, ഞാൻ ഹൈടെക് വൈദ്യനാണോ, ഹൈടെക് വൈദ്യര്. അതെനിക്ക് മനസ്സിലായി. അതെ, വൈദ്യര് വിഷം ഇറക്കാറുണ്ടോ? എങ്ങനെ? വൈദ്യര് വിഷം ഇറക്കാറുണ്ടോ? ഒരേ ഒരു തവണ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാണ്ടായപ്പോ എനിക്ക് ഒരു തുള്ളി വേണം. എന്റെ അവസ്ഥ കൊണ്ടാണത്. അതല്ലാന്ന് കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷറക്കാരനോന്ന് അയ്യ ആവേശം വരുന്ന പിന്നല്ല. ഇതാരോടും പുറത്തു പറയാണ്ടോ, ആരോടും എനിക്ക് പറ്റിയൊരു അവസ്ഥ. എങ്ങനെ ചോദിക്ക്? കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷറക്കാരനോന്ന് ഇറക്കിയിട്ടുണ്ട്. എങ്ങനെ? പക്ഷെ ആ ഉദ്യമം പൊളിഞ്ഞു പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സന്ധ്യാ സമയത്താണെന്ന് തോന്നുന്നു, ആലുവ എടത്തല ഭാഗത്ത് ഒരാളെ ഇതുപോലെ പാമ്പ് കടിച്ചു. അപ്പൊ തന്നെ ഇയാളെ ചോദിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ എന്റെ ഇല്ലത്തേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, കടിച്ച പാമ്പിനെ നമുക്ക് തിരിച്ചു വിളിച്ച് വിഷം ഇറക്കിക്കാമല്ലോ. പാമ്പിനെ തിരിച്ചു വിളിക്കാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു. പാമ്പ് ഒരു 6 മണിയായപ്പോ ആലുവെന്ന് പുറപ്പെട്ടു. മതടിപ്പാലം, നമ്മുടെ കളമശ്ശേരി, ഇതൊക്കെ കഴിഞ്ഞാൽ പാമ്പിങ്ങനെ വന്ന് എടപ്പള്ളിയിൽ എത്തിയപ്പോ മുടിഞ്ഞ ബ്ലോക്ക്. ഓഫർ ഇട്ടേക്കാണ്, ബ്ലോക്ക് എന്ന് പറഞ്ഞ ബ്ലോക്ക്. അങ്ങനെ 9:30 മണി വരെ പാമ്പ് വെയിറ്റ് ചെയ്തു. എന്നിട്ട് പാമ്പ് നിരാശനായി മടങ്ങിപ്പോയി. അപ്പൊ അന്ന് മെട്രോ ഇല്ലേ? മെട്രോന്റെ പണി നടക്കിയിരുന്നു. മെട്രോ ഉണ്ടായിരുന്നെങ്കിൽ പാമ്പ് അവിടെ വരുമായിരുന്നു. മെട്രോ കയറി ഇയാളെ നമുക്ക് രക്ഷിക്കായിരുന്നു. നടന്നില്ലടോ, പകുതി വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ആ ഉദ്യമം ഉപേക്ഷിക്കേണ്ടി വന്നു. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ. പറഞ്ഞോ. എന്നെ പാമ്പ് കടിച്ചാൽ വൈദ്യന് എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ പാമ്പ് കടിച്ചാൽ പാമ്പ് കടിച്ച സ്ഥലത്ത് പാമ്പ് കടിച്ച സ്ഥലത്ത് ഞാൻ ഒരു സ്മാരകം പണിത് വെക്കും. അത്രേ ചെയ്യാനുള്ളൂ. ഇവിടെ താരങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഇപ്പോഴത്തെ പാമ്പ് കടിച്ചാൽ അങ്ങനെ വിഷം തീണ്ടില്ല, വിഷം ഏക്കില്ല. അതിനേലും വലിയ വിഷമല്ലേ നമ്മൾ 3 നേരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? നീ ഒരു ബ്ലോഗറാണെന്ന്. അത് നീ എന്നോട് ഇങ്ങനെ ന്യൂട്രലിൽ പറയേണ്ട ആവശ്യമില്ല. നീ വൾഗറായപ്പോഴേ എനിക്ക് തോന്നി നീ ബ്ലോഗറായിരിക്കും. അത് മാത്രമല്ല, നീ ഭയങ്കര ഓവറുമാണ് കേട്ടാ, മനസ്സിലായി? അയ്യോ, ഇതാരാ പറഞ്ഞത്? നമസ്കാരം. ഇതാരാണെന്ന് മനസ്സിലായില്ല? ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും അപ്പ ഓടിയെത്തി നമുക്ക് ആശ്വാസം പകരുന്ന ഒരാളാണ്. ആ നമ്പർ ഒന്നും കേട്ടോ. എന്തോർത്തിട്ടാണോ നമ്പർ ചോദിച്ചത്? അതൊരു പഞ്ചായത്ത് മെമ്പറാണോ? അതുകൊണ്ടാണ് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും അവർ ഓടി വന്ന് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞത്. അപ്പൊ താൻ നമ്പർ പറഞ്ഞു പോയല്ലേ? മെമ്പറേ, ഒന്നും വിചാരിക്കരുത്, ഇവന്റെ നമ്പറാണ് കേട്ടാ. അത് മാത്രമല്ല, പുള്ളിക്കാരന്റെ അമ്മായിയമ്മ ഇവിടെ കിടപ്പുണ്ട്, ICUലാണ്, വയ്യാതെ കിടക്കുകയാണ്, ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. അപ്പൊ അതിന്റെ സുഖവിവരം തിരക്കാൻ വേണ്ടിട്ടാണ് ഇടക്കിടക്ക് വന്നു പോകുന്നത്. ഡോക്ടറെ, എന്റെ അമ്മായിയമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അല്ല, മാഡത്തിന്റെ പ്രതീക്ഷ എന്താണെന്ന് എന്നോട് അറിയിച്ചാലല്ലേ എനിക്ക് അതിനുള്ള ഉത്തരം തരാൻ പറ്റുള്ളൂ. അയ്യോ, അത് മാത്രല്ല ഡോക്ടറെ, ഞാൻ ഡോക്ടറെ കാണാനും കൂടെയാണേ വന്നത്. ഇന്ന് രാവിലെ ഉറങ്ങി എണീച്ചപ്പോ മുതല് ദേഹത്തിനകത്തുനിന്ന് ഇങ്ങനെ വല്ലാണ്ടിങ്ങനെ കുളിരിങ്ങനെ കോരി 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 വരികയാണ്. മേഡത്തിന്റെ അകത്ത് എനിക്കൊരു കുളിര് വരുന്നുണ്ട്. ശരിക്കും നേരം നിൽക്കുന്നു. ഈ ആരാണ്? രാജശില്പി മോഹൻലാൽ. ഒറ്റ എനിക്കിപ്പറയണം, എന്ത് വിചാരിച്ചിട്ടാണ് നിങ്ങൾ കുളിര് കോരുന്നു എന്ന് പറഞ്ഞത്? അയ്യോ സാറേ, എനിക്ക് തോന്നുന്നു ഈ പനിയുടേതാണെന്ന് തോന്നുന്നു. ഈ ശരീരത്തിലെ വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ട്, തണുപ്പ് കാരണമാണെന്ന്. അറിയാണ്ട് ഇങ്ങനെ പാട്ട് വന്നപ്പോഴേ പെട്ടെന്ന് മൂഡ് മാറിപ്പോയി. നിന്റെ മൂഡ് ഞാൻ മാറ്റി തരുന്നുണ്ട്. അപ്പൊ പാട്ടാണ് നിങ്ങളുടെ മൂഡ് മാറ്റിയത്? അതെ. എങ്കിൽ ശരി, ഞാൻ ഫയർ ഡാൻസിന്റെ ഒരു പാട്ടം കിട്ടു തരാം. അപ്പൊ ഈ മൂഡ് മാറിയിട്ട് ചൂടായിക്കോളും. മനസ്സിലാവുന്നുണ്ട് ഡോക്ടറെ. എനിക്ക് തോന്നുന്നു ഈ പനിയുടേതാണെന്ന് തോന്നുന്നേ. തല നിറച്ച് പേന. അയ്യോ, അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല.
ഒരു ന്യൂസ് പേപ്പർ തറയിൽ വിരിക്കുക, മുട്ടുകുത്തി അങ്ങ് ഇരിക്കുക, മുടി അങ്ങ് ഫ്രണ്ടിലേക്ക് ഇടുക, എന്നിട്ട് 2 ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കുക. സകല പേരും പൊടുപൊടുപൊടുപൊടൂന്ന് പറഞ്ഞ് ആ പേപ്പറിലേക്ക് വീഴും. ആ പേപ്പർ ചുരുട്ടി കൂട്ടി എടുത്തിട്ട് നമ്മുടെ അടുപ്പിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിനേക്കാളും വലിയ വെടിക്കെട്ടേക്കാൾ. അയ്യോ ഡോക്ടറെ, പേനല്ല തലയ്ക്ക് പെയിനാണ്, വേദനയാണെന്ന്. തലയിൽ പെയിനാണ്. അതെ. പെയിന് മാഡം കുളിക്കാറുണ്ടോ? കുളിച്ചില്ലെങ്കിൽ എനിക്ക് ചൊറിയും ഡോക്ടറെ. കുളിക്കാൻ പറയുമ്പോഴാണ് എനിക്ക് ചോദിച്ചില്ല ആൾക്കാർ. നിന്നെ കാണുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു കയറുന്നത്. നിന്നെ കാണുമ്പോഴാണ്. നീ കുറെ നേരമായി നീ തുടങ്ങി. നീ ഒന്നും ചെയ്തില്ല. ഡോക്ടറെ കാര്യത്തിലേക്ക് വരൂ. പറയൂ. ഡോക്ടറെ, വേറൊരു കാര്യം ഉണ്ടായേ. ഇന്നലെ എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു ചേട്ടനെ ഉച്ചക്കിരുന്ന് ചോറ് കഴിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് അത് തലച്ചോറിലേക്ക് അങ്ങ് കേറി, വണ്ടി കയറി പോയി. ഷൂ, ഞങ്ങൾ ആകെ അങ്ങ് പേടിച്ചു പോയേ. പക്ഷെ ചേട്ടന് ഒരു കുഴപ്പം ഉണ്ടായില്ല. ചേട്ടന് ഭാഗ്യമുണ്ട്. ഒരു മണ്ടി കയറി ഭയങ്കര വിഷയമാണ് മാഡം. 2 ആഴ്ച മുമ്പ് എന്റെ ഒരു അമ്മാവൻ ഇതുപോലെ ചോറ് തിന്നോണ്ടിരിക്കുകയായിരുന്നു. ചോറ് പെട്ടെന്ന് മണ്ടയിലേക്ക് കയറി. ഭാഗ്യത്തിന് ഞാൻ എവിടെ ഉണ്ടായി. ഞാൻ ചെന്നപ്പോ അമ്മാവൻ കണ്ണും തള്ളി നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാനൊന്നും ചെയ്തില്ല. മ്യൂസിക്കൽ തൊറാപ്പി അങ്ങ് ഇട്ടിട്ട് ഞാൻ അങ്ങ് കൈ ചൂടാക്കിയിട്ട് അമ്മാവന്റെ നെറുകന്തല നോക്കി ഒറ്റ അടി. ചോറിറങ്ങിയാ? ചോറിറങ്ങിയില്ല, അമ്മാവൻ ഉറങ്ങി. ഇന്നലെ ആയിരുന്നു അമ്മാവന്റെ 16 അടിയന്തരം. 900 പേർക്ക് ഞങ്ങൾ ചോറ് കൊടുത്തു. എനിക്ക് തന്നില്ല ചോറ്. എനിക്ക് ചോറൊന്നുമില്ല. ഞാൻ നീ കുറച്ച് എനിക്ക് ഞാൻ എലൈറ്റ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ എലൈറ്റ് ചെയ്യാൻ സദ്യ തരാം. എന്നാൽ ഇപ്പോഴും എന്റെ ഒരു സംശയം ബാക്കി നിൽപ്പുണ്ട്. എന്താ? അമ്മാവന്റെ മണ്ടേ കുടുങ്ങിയ ചോറ് എങ്ങോട്ടാണ് പോയതെന്നാണ് എനിക്ക് ഇപ്പോഴും അമ്മാവന്റെ തലച്ചോറിലുണ്ടാവും. ബുദ്ധിയുണ്ടല്ലോ നിനക്ക്. പക്ഷെ നിനക്ക് അങ്ങനത്തെ പ്രശ്നം വരില്ലട്ടാ. എന്താ? നിന്റെ തലച്ചോറിൽ കൊടുക്കാൻ സാധ്യതയില്ല ചോറ്. എന്താ? നിനക്ക് ആ സാധനം ഇല്ലല്ലോ. വർത്താനം പറഞ്ഞിട്ട് ഡോക്ടറെ, എനിക്കാണെങ്കിൽ മൊത്തത്തിൽ വല്ലാത്ത പ്രശ്നമാണ്. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ശ്വാസം വലിച്ചുവിടും. പറയൂ, എവിടെയൊക്കെയാണ് വേദന ഉള്ളത്? കാലിന് വേദനയുണ്ട്, പിന്നെ മുട്ടിന് വേദനയുണ്ട്, നെഞ്ചിന് വേദനയുണ്ട്, ഷോൾഡറിന് വേദനയുണ്ട്, തലയ്ക്ക് വേദനയുണ്ട്. വയറ്റിലുണ്ടാ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ അതൊക്കെ അന്വേഷിക്കാൻ ഞാനല്ലടാ ഇവിടെ വൈദ്യുതി. എനിക്കാരാടാ ചോദിക്കാൻ? അനാവശ്യം പോയി വന്നേക്കണ്. വയറ്റിലുണ്ടോ? അല്ലേ ഡോക്ടർ, എന്ത് ചോദ്യം എന്നോട് ചോദിക്കുന്നേ? വേദന ഉണ്ടോന്നാണ് ഞാനും ചോദിച്ചത്. സോറി ഡോക്ടറെ, അറിയാതെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. എല്ലാത്തിനും കാരണക്കാരൻ ഡോക്ടർ. എനിക്ക് വയറിന് നല്ല വേദനയുണ്ട്. നല്ല വേദന ഉണ്ടല്ലേ വയറിന്? അതെ, എനിക്ക് വയറിന് നല്ല പ്രശ്നമുണ്ട്. എന്താണ് എന്റെ വയറിന്റെ പ്രശ്നം? എന്ത് കഴിച്ചാലും അതുപോലെ തന്നെ പോകും. കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചു, അതുപോലെ തന്നെ പോയി. നല്ല കാര്യം. അപ്പൊ എന്തെങ്കിലും രക്ഷപ്പെട്ടല്ലോ. തനിക്ക് ഞാനൊരു കാര്യം ചെയ്യാം. തനിക്ക് ഞാനൊരു ഒറ്റമൂലി തരാം. ഈ ഒറ്റമൂലി എന്ന് വെച്ചാൽ എന്താ? ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു മൂലക്ക് പോയിരുന്നുണ്ടാക്കുന്ന മരുന്നാണ്. അത് ഞാൻ തരാം. അത് 3 നേരം നീ സേവിക്കുക. ഓക്കെ കേട്ടാ? ശരി ഡോക്ടറെ, എനിക്ക് പോകാൻ അത്യാവശ്യം ഉണ്ടായിരുന്നേ. ഇപ്പൊ എന്താണ് ശരിക്കും എന്റെ അമ്മായിയമ്മയുടെ കണ്ടീഷൻ? കണ്ടീഷൻ ഞാനിപ്പോ വിളിച്ചു നോക്കിയാ ഐസിയിലൊക്കെ. ഹലോ സിസ്റ്ററെ, ഐസിയില ഭവാനിയില്ലേ? അവരുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ആണോ? ഓക്കെ. ഓ, സന്തോഷിക്കാനുള്ള വകയുണ്ടല്ലോ. ഇന്നലെ വരെ ക്രിട്ടിക്കലായി കിടന്നിരുന്ന സ്ത്രീ ഇന്ന് വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റിട്ട് 2 കിണ്ണം കഞ്ഞിയും കുടിച്ച് അവിടെ പയറ് പോലെ ഓടി നടപ്പുണ്ട്. നാളെ തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവാം. അപ്പൊ എന്റെ അമ്മായിയമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ വൈദ്യം ഹൈടെക് ആണ്. ഒരു കുഴപ്പമില്ല. അപ്പൊ താങ്കളുടെ ചികിത്സയ്ക്കാണ് കുഴപ്പം. ഞാൻ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അമ്മായിയമ്മക്ക് ചികിത്സ കൊടുത്തോളാം കേട്ടോ. ഒരു ഡോക്ടർ വന്നിരിക്കണം, അങ്ങനെ കൊല്ലാൻ വേണ്ടിട്ടാ ഞാൻ കൊണ്ടുവന്നത്. അപ്പോഴത്തെ ചികിത്സിച്ച് അങ്ങ് ജീവൻ തന്നേക്കുന്നത്. ഇപ്പോഴാണ് ഇവരുടെ പ്രതീക്ഷ എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എന്റെ ദൈവമേ, കുതിര കൊടുക്കണ രസായനമൊക്കെ എടുത്ത് അയ്യോ. ഹലോ ഹലോ. അയ്യോ, ആണോ? എന്തുപറ്റി? പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേ. കുഴപ്പമില്ല. എടോ, നമ്മുടെ ഇവിടുത്തെ സിറ്റിംഗ് മെമ്പറല്ലേ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി? പുള്ളിക്ക് ആകെ പ്രശ്നമായിരുന്നേ. എന്ത് പ്രശ്നം? പുള്ളി 5 വർഷം മുമ്പ് ഇവരെല്ലാവരും കൂടി ജയിപ്പിച്ചു വിട്ടതാണല്ലോ. അതിനുശേഷം വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടി ഇത്തവണ വന്നപ്പോ പുള്ളിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് 5 വർഷം മുമ്പ് പോയതല്ലേ, ഒരു മടി. അപ്പൊ എന്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ടെക്നിക്കുകൾ പരീക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് രസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഒന്നും മുഖത്തേക്ക് വരുന്നില്ല. പക്ഷെ പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രം
പുള്ളിയുടെ മുഖത്ത് ശൃംഗാരഭാവം വിടരും. ഇപ്പൊ ഏതോ ഒരു പെണ്ണിനെ കണ്ട് എന്തോ ശൃംഗരിച്ചിട്ട് ആ പെണ്ണിന്റെ ഭർത്താവ് പട്ടിക്ക് തലക്കടിച്ചു. കഴിഞ്ഞൊക്കെ മറന്നു പോയേക്കാണ്. റിലേ പോയേക്കാണ്. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും തോന്നുന്നു. വീട്ടിൽ ചെല്ലുമ്പോ നടക്കും ഞാൻ. എന്ത് പണിയാണോ താനി കാണിക്കണത്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കഴിഞ്ഞതെല്ലാം മറന്നുപോയി ഓഫീസർ. ഓഫീസറല്ല, വൈദ്യര്. രണ്ടിലും എറുണ്ടല്ലോ. വൈദ്യർ ഓഫീസർ. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. മഴക്കാലത്ത് മഴയുണ്ടാകുമെന്ന് കരുതി കുട്ടിക്കാലത്ത് കുട്ടികൾ ഉണ്ടാവോ? കുഴപ്പമുണ്ട്. ഞാൻ ആരാണ് എനിക്കറിയാമോ? നിങ്ങൾ എന്തിനു ഇവിടെ വന്നു? ഇതൊക്കെ ഞാൻ അങ്ങടല്ലേ ചോദിക്കേണ്ടത്. ആരോട്? എന്റെ ദൈവമേ, എന്താണ് കണ്ടീഷൻ? വളരെ മോശമാണ്. പ്രശ്നമാണെന്ന് അതല്ലേ ഞാനും പറഞ്ഞത്. രണ്ടൊന്നായി ഞാനൊരു കാര്യം പറയട്ടെ, ഇതെങ്ങനെയെങ്കിലും ചികിത്സിച്ച് മാറ്റണം. കാരണം 1.5 ലക്ഷം രൂപയാണ് ഈ മഹാഭാവിക്ക് ഞാൻ കടം കൊടുത്തേക്കണത്. 1.5 ലക്ഷം രൂപ? ഇയാള് കഴിച്ചതൊക്കെ മറന്നുപോയാ എന്റെ 1.5 ലക്ഷം രൂപ പോകൂലോ? എന്തിനാടാ പൈസ ഇങ്ങനെ കേറ്റി പറയുന്നത്? ഞാൻ തന്റെ കയ്യിൽ 25,000 രൂപയല്ല കടം പിടിച്ചത്. ഇപ്പൊ 6 ഇരട്ടി കേറ്റി വെച്ചേക്കല്ലേ? അവസരം മുതലാക്കണല്ലോ. മറവിയാണെന്ന് പറഞ്ഞത് തന്റെ അടവല്ലേടോ? അടവല്ലേടോ? ഞാൻ ചുമ്മാ വൈദ്യനല്ല, ഹൈടെക് വൈദ്യനാണോ? എങ്ങനെയുണ്ട് എന്റെ ഹൈടെക് ചികിത്സ? ഇത് ഹൈടെക് അല്ല, കൈടെക്.